ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നബിദിനമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നബിദിന ആശംസകൾ. അപ്പോൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ നബിദിനം വന്നിട്ടോ. ഇവിടെ ദിനം വലിയ ആഘോഷം കാര്യങ്ങളൊന്നും ഇല്ല. നാട്ടിലാണെങ്കിൽ നല്ല രസമാണ്, റാലിയും അതുപോലെ മെഹന്തിയും അതുപോലെ നമ്മൾ ഡ്രസ്സ് എടുക്കലും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മളേതായ ഒരു സന്തോഷത്തിന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എണീറ്റ് ജനലൊക്കെ തുറന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പതിവിലും നേരത്തെയാണ് കേട്ടോ നമ്മൾ എണീറ്റത്. ഇന്ന് ഇക്കാക്ക് ജോലിക്ക് പോകേണ്ട ദിവസമാണ്. ഒരു 7:45 ആകുമ്പോൾ ഇക്കാക്ക് ജോലിക്ക് പോകണം. അങ്ങനെ നേരെ കിച്ചണിലോട്ട് കയറി. ഇന്ന് രാവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ, അതായത് പൂരി മസാലയാണ്. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇടിയപ്പം വേണ്ട, നമുക്ക് പൂരി ആക്കാമെന്ന്. അങ്ങനെ ആദ്യം തന്നെ ഗോതമ്പ് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് കുഴച്ച് മാറ്റുന്നുണ്ട്. ഇവിടെ ഈ പൂരി എനിക്ക് മാത്രമേ വലിയ ഇഷ്ടമുള്ളൂ കേട്ടോ. ഇക്കാക്കും മൈസൂരിനൊക്കെ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ മാവൊക്കെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം പരത്തി മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കാറ്. പിന്നെ ഈ ഒരു ടൈമിൽ വാവ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഇക്കാണെങ്കിൽ കുളിക്കാനും പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പൂരിക്ക് മാവ് എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് മാവെടുത്ത് ഉടനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ പൂരി ഗോതമ്പ് മാവ് വെച്ചും അതുപോലെ തന്നെ മൈദ വെച്ചും ഉണ്ടാക്കും കേട്ടോ. മൈദ വെച്ച് ഉണ്ടാക്കുന്നത് പിന്നെ ഇക്കാക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ മൈദയൊക്കെ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഗോതമ്പ് വെച്ചുണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയുള്ള കിഴങ്ങും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 വിസിലടുപ്പിക്കും കേട്ടോ ഞാൻ. അങ്ങനെ പൂരിക്കുള്ള മാവെല്ലാം പരത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പുറത്ത് നമ്മൾ ചായക്കും വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം. ഇത്തവണ നമ്മൾ പൂരിക്ക് പരത്തിയപ്പോൾ അധികം നൈസാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മാവ് തൊട്ട് എല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് പൂരിയായിരുന്നു കേട്ടോ എല്ലാം. പിന്നെ പൂരിയൊക്കെ പൊരിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ കറിയും കൂടിയൊക്കെ ഒന്ന് താളിക്കുന്നുണ്ട്. അങ്ങനെ കിഴങ്ങൊക്കെ താളിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്കവാറും കിഴങ്ങ് മസാല ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തിട്ടുമില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൂരിയും മസാലയും അതുപോലെ തന്നെ ഗ്രീൻ ടീയും ആയിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഈ ഒരു ടൈമിൽ വാവ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ റൂമിലൊന്നും നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത്. അതിനുശേഷം മിക്കയൊക്കെ ജോലിക്ക് പോയതിന് ശേഷം വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്ക് പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തലേ ദിവസം തന്നെ ആളെ കൊണ്ട് മുടിയൊക്കെ വെട്ടിച്ച് കളയുകയൊക്കെ ചെയ്തു കേട്ടോ. വെട്ടിച്ച് കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആളുടെ മുഖമേ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മുടിയുള്ള ടൈമിൽ കുറച്ച് താരനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കൂടുതലും വെട്ടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഐസോന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഐസൂനെയൊക്കെ ഒരുക്കി മാറ്റിയതിന് ശേഷം ഞാനും കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരുങ്ങുന്നുണ്ട്. ഇത്തവണ നമ്മൾ പുത്തൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. പക്ഷെ നാട്ടിലാകുമ്പോൾ നമ്മൾ നബിദിനത്തിനും പെരുന്നാളിനും എല്ലാം പുതിയ ഡ്രസ്സ് എടുക്കും കേട്ടോ. അങ്ങനെ എൻ്റെ ഒരുക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. വീട്ടു സാധനങ്ങൾ ഒട്ടുമിക്ക എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇക്ക വന്ന ടൈമിൽ ഫുഡും അതുപോലെ തന്നെ സാധനങ്ങളും കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫുഡൊക്കെ തന്നതിന് ശേഷം ഇക്ക വീണ്ടും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ഓതാനൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലേക്കൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഐസുവിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1:30 ആയപ്പോഴാണ് കേട്ടോ ഇക്ക വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടി ഇക്ക മേടിച്ചത് ഇതുപോലെ മിറിൻ്റെയും റൈസും അതുപോലെ തന്നെ ചിക്കനുമാണ്. നമ്മൾ മിക്കവാറും ഷവായ മേടിക്കുന്ന ആ സ്ഥലത്തു നിന്നാണ് കേട്ടോ ഈ ഒരു റൈസും ചിക്കനും മേടിച്ചത്. റൈസും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ചിക്കൻ 2 പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
പിന്നെ ഇപ്പോഴായിട്ട് എനിക്ക് ഈ ഒരു ടൈപ്പ് റൈസിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് കുബൂസും ഉണ്ടായിരുന്നു, പിന്നെ മയോണൈസും സാലഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചോറൊക്കെ ഒന്ന് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഐസൂന് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് റൈസ്. ഈ ഒരു ടൈപ്പ് റൈസ് അല്ലെങ്കിൽ മന്തി റൈസൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി കുബൂസും ഐസൂന് വേണ്ടി കുറച്ച് റൈസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മിറിൻ്റെയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഐസൂന് വേണ്ടി ഒരു പ്ലേറ്റിൽ നിന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ എപ്പോഴും സോസും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഐസ് തന്നെ വാരി കഴിച്ചോളാമെന്ന് പറഞ്ഞ് കുറച്ചൊക്കെ വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആൾ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ വാരി കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇക്കാടെ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ നബിദിനമൊക്കെ ഏറ്റവും അടിപൊളിയായി തോന്നിയത് നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ. അതാകുമ്പോൾ പ്രോഗ്രാമും അതുപോലെ പുതിയ ഫർദയും റാലിയും മിഠായും അതുപോലെ തന്നെ നെയ്ച്ചോറും ബീഫും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും വലിയ ആഘോഷമൊന്നുമില്ല. പിന്നെ ഫാമിലിയൊക്കെ നാട്ടിലുമാണ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഇക്കാക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഗ്രേപ്സ് മാത്രമാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഇക്കാക്ക് ജോലിക്ക് പോയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ജനലൊക്കെ തുറന്ന് ഞാനും വാവയും കൂടിയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം വലിയ ചൂടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ കാറ്റും ഉണ്ടായിരുന്നു. വഴിയിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ റോഡ് പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വാവയ്ക്ക് ഞാൻ കുറച്ചും കൂടി ഒന്ന് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് മിക്കവാറും ഈവനിങ് ടൈമിൽ എഗ്ഗാണ് കേട്ടോ കൊടുക്കാറ്. പക്ഷേ ഇന്നത്തെ റൈസ് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ റൈസ് തന്നെ കേട്ടോ കൊടുത്തത്. അതിനുശേഷം ആളെ കുളിപ്പിച്ച് ഡ്രസ്സാക്കി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം വയസ്സുമായിട്ട് ഇരുന്നതിന് ശേഷം നേരെ കിച്ചണിലോട്ട് കയറി. ഉച്ചയ്ക്ക് ഇക്ക വന്ന ടൈമിൽ ചിക്കനും അതുപോലെ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ബീഫ് കറിയും അതുപോലെ തന്നെ അരിപ്പത്തിരി ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിലൊക്കെ നബിദിനത്തിന് അല്ലെങ്കിൽ നമ്മളുടെ പെരുന്നാളൊക്കെ വരുമ്പോൾ മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അരിപ്പത്തിരിയും ബീഫൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ ബീഫ് അല്ലെങ്കിൽ മട്ടൻ അധികം അങ്ങോട്ട് മേടിക്കാറില്ല. എന്താണെന്നറിയില്ല, ഞങ്ങൾ എപ്പോൾ മേടിച്ചാലും അത്ര ഫ്രഷ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും ചിക്കനായിരിക്കും മേടിക്കാറ്. പക്ഷേ ഇതിപ്പോൾ ഫ്രഷ് ആണെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ബീഫുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറും അതുപോലെ ബീഫും ആയിരുന്നു കേട്ടോ. ഈ ഒരു റൈസും അതുപോലെ തന്നെ ബീഫാണ് കേട്ടോ എൻ്റെ ഇക്കാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രത്തോളം വീട്ടിൽ വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ബീഫൊക്കെ കുറച്ച് വലിയ പീസസൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ബീഫൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ പാനിൽ മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് വിസിലടുപ്പിക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഓയിലും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കൂടുതൽ ബീഫ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവോളയാണ് കേട്ടോ നീളത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സവോളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് അത്രയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും, അപ്പോൾ എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ.
അതിനുശേഷം എന്താ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി നീളത്തി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതാ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ നമ്മൾ അരപ്പൊക്കെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ വാവയ്ക്ക് വേണ്ടി ഞാൻ മുന്തിരിയൊക്കെ തൊലി കളഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മസാലയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ ബീഫും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീഫും കൂടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇറച്ചിക്കറിയിൽ അല്ലെങ്കിൽ കിഴങ്ങറിയിലൊക്കെ മല്ലിയില ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ കറിക്കെല്ലാം അത്യാവശ്യം നല്ല ഗ്രേവി വേണം കേട്ടോ. എനിക്കും വേണം, മിക്കാക്കും വേണം. അങ്ങനെ ഇതാ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ടൈമിൽ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 12 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് കറി സെറ്റ് ആവും കേട്ടോ. നമ്മൾ ബീഫ് കറിയൊക്കെ ഒരു 6 മണിക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കയറിയത്. അതുവിലും കുറച്ച് കൂടുതൽ അരിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ദാ നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മാത്രം കൂടുതലുണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ മാവൊക്കെ കുഴച്ച് വന്നപ്പോൾ ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അരിപ്പത്തിരി ഉണ്ടാക്കുന്നതിനും ഇടിയപ്പം ഉണ്ടാക്കുന്നതിനും ഞാൻ അങ്ങനെ അളവൊന്നും നോക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ പാത്രം കുറച്ച് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ വെള്ളം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ദാ നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് കൂടുതലുണ്ടായിരുന്നു കേട്ടോ മാവ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4 നേരത്തേക്ക് കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എല്ലാം ഒന്ന് ബോൾസൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ബോൾസ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അരിപ്പത്തിരി ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ താഴെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ അരിപ്പത്തിരി ഉണ്ടാക്കിയാലും ആ ഭാഗം മൊത്തം പൊടിയാകും. അതുകൊണ്ട് ഈ ഷീറ്റ് വിരിക്കുമ്പോൾ അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പണി എളുപ്പമാക്കാൻ ഒരു ഷീറ്റും കൂടി വിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ അരിപ്പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം പരത്തിയപ്പോഴാണ് മനസ്സിലായത് വലിയ ബോൾസ് വെച്ച് പരത്തി കഴിയുമ്പോൾ പൊട്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബോൾസിൻ്റെ സൈസൊക്കെ കുറച്ച് ചെറിയ ബോൾസ് ആക്കി അങ്ങനെ ഇതാ പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് മാവ് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇക്കാടെ ഡ്യൂട്ടി ടൈം മാറ്റിയിട്ടുണ്ടായിരുന്നു. രാത്രി 11:30 വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിന്നീട് നമ്മൾ പതിയാണ് കേട്ടോ ബാക്കി പരിപാടിയൊക്കെ ചെയ്തത്. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാ അരിപ്പത്തിരിയും നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാ അരിപ്പത്തിലും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല സോഫ്റ്റ് അരിപ്പത്തിരി ആയിരുന്നു. പിന്നെ നമുക്ക് ഇത്തവണ കിട്ടിയ ബീഫും നല്ല ഫ്രഷ് ബീഫായിരുന്നു കേട്ടോ. പിന്നീട് അരിപ്പത്തിരി ചൂടുന്ന ടൈമിൽ തന്നെ ഐസൂനും കഴിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ചൂടോടുകൂടി കഴിക്കാൻ ആൾക്ക് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഒരു 12:30 ആയപ്പോഴാണ് കേട്ടോ ഇക്ക വന്നത്. ഇന്ന് ഇക്കയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ 12:30 വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് 1 മണിയൊക്കെ ആയപ്പോൾ പോയിട്ടോ. അതുപോലെ ഇക്ക വന്ന ടൈമിലാണ് കേട്ടോ ഞാനും ഫുഡൊക്കെ കഴിക്കുന്നത്. ഐസൂന് മാത്രം നേരത്തെ തന്നെ ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് കഞ്ഞിയൊക്കെ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാനും അരിപ്പത്തിരിയും ബീഫൊക്കെ കഴിക്കുകയാണ്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബീഫാണെങ്കിലും നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. പിന്നെ കറിക്ക് കുറച്ചൊന്ന് എരിവ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കുറച്ചാണ് കേട്ടോ മുളക് പൊടി ചേർത്തത്. പക്ഷെ എന്നിട്ടും കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇക്ക വീണ്ടും ജോലിക്ക് പോയിട്ടോ. അപ്പോൾ ഇന്ന് ഇക്കക്ക് രാത്രി തൊട്ട് രാവിലെ 7 മണി വരെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ആൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഐസുവിന് ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ഇക്ക പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെയുള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട് തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.